ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ശരിക്കും പറഞ്ഞ ഒരു തിരക്കുള്ള ഒരു ദിവസമായിരുന്നു. രാവിലെ ആശുപത്രിയൊക്കെ പോയി ഭയങ്കര BP. ഏതായാലും ടെസ്റ്റൊക്കെ ചെയ്ത് കുറേ മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ആ വരുന്ന വരവ് എൻ്റെ മകളുടെ വീട്ടോട്ടൊന്ന് കയറിയാണ്. എന്താണെന്നറിയോ, എൻ്റെ മകളെ ഭർത്താവിനെ കുഞ്ഞിനെയൊക്കെ പലരും കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഇഷ്ടമാണ് അല്ലേ. അവർക്കൊരു ചാനലും ഉണ്ടായിരുന്നു വേണ്ട. ഇപ്പം പിന്നെ അത് നടത്തിക്കൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. 4 വർഷമായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന വീടാണ്. അപ്പോൾ ഇവിടുന്ന് വേറൊരു വാടക വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അപ്പം ഞാൻ എന്നാ പറഞ്ഞാൽ നമുക്ക് അവരുടെ കൂടെ സഹായിക്കാം. ഇതെല്ലാം പിറക്കണ്ടേ, എല്ലാം പിറക്കി വേറെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം നമുക്ക് എൻ്റെ മോളെ വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, എന്തൊക്കെയാണ് കയറ്റാനുള്ളതെന്നൊക്കെ നോക്കാം. വാ. അപ്പം എൻ്റെ മരുമോൻ്റെ കൂട്ടുകാരും ഒക്കെ ഉണ്ട് സഹായിക്കാനൊക്കെ. അപ്പം അവരുടെ കൂടെ നമ്മളൂടെ നിൽക്കാം. ഇനിയിപ്പോഴേ 4 വർഷം താമസിച്ച വീടാണ്. ഇനി ഇങ്ങോട്ട് വരണ്ട. തൊട്ടപ്പുറത്ത് തന്നെയല്ലേ. അതാണ് വാടകക്കാർക്ക് ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഒരു വീട് സ്നേഹിച്ച് കഴിയുമ്പോഴത്തേക്കും അവിടുന്ന് പിന്നെ ഇറങ്ങുന്ന അതും ഒരു വിഷം തന്നെ അല്ലേ. അപ്പം ഇവിടുന്ന് മാറി അങ്ങനെയാണല്ലോ വാടകക്കാരിപ്പം ഇവിടെ താമസിച്ചു 4 ദിവസം ഇവിടെ താമസിച്ചു, 5 ദിവസം വേറെ വീട്ടിൽ, അങ്ങനെയൊക്കെയാണ്. ഏതായാലും ഞങ്ങൾ എൻ്റെ മൂക്ക് വരാനും പോകാനും ഒക്കെ സൗകര്യമുള്ള ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ ഒരു വീട് കിട്ടി. അപ്പോൾ ഒത്തു വന്നു. ഏതായാലും സാധനമല്ല കേട്ടണ്ടേ, ഇങ്ങനെ നിന്നാൽ കാര്യം നടക്കത്തില്ല. അപ്പോൾ മോളും മോളുടെ ഭർത്താവും എല്ലാവരും കൂടി ചെയ്തതാണ്. എല്ലാം ചാക്കിൻ്റെ അകത്ത് കെട്ടി, ഒരുപാടൊന്നുമില്ല എന്നാലും ഉള്ളതൊക്കെ എല്ലാം ചാക്കിൻ്റെ അകത്ത് കയറ്റി വെച്ചിരിക്കുകയാണ്. വണ്ടിയും വന്നു. ഇനി ഇത് നമുക്ക് ഇവിടുന്ന് പിറക്കി കൊണ്ടുപോകണം. അപ്പോൾ മോളും അവിടെ നിൽക്കുക. അതാ വാടക വീട്ടിലോട്ട് ആ വീട്ടിലൊക്കെ ഒന്ന് തൂത്തുവാരാനും കഴുകാനും ഒക്കെ പോയിരിക്കുക. അപ്പോൾ അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടുന്ന് ഇതെല്ലാം കൂടെ കയറ്റിക്കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം. കുഴപ്പമില്ല, നല്ല ശാന്തമായ സ്ഥലം തന്നെയാണ്. പക്ഷേ നമുക്ക് ഇവിടുന്ന് മാറില്ല പറ്റുള്ളൂ. പിന്നെ വേറെ ആരും ഇനിയിപ്പം അതിന് ഇടയിൽ ഒരു കിടപ്പാടം ഉണ്ടാവണം അല്ലേ, അതിനുള്ള ശ്രമത്തിലാണ്. അപ്പം നമ്മളിപ്പം മേടിച്ചിരിക്കുന്ന വീട്, ഞാൻ ഇപ്പോൾ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 8 മാസമല്ലേ ആയിട്ടു. കുറച്ചുകൂടെ സാവകാശം കിട്ടിയിട്ട് വേണം പിള്ളേർക്കൂടെ ഇവർക്കൂടെ എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ നമുക്ക് അതിനുള്ള ശ്രമം നടത്തുകയാണ് ഞാൻ. എൻ്റെ കൊച്ചുമോളുണ്ടല്ലോ, 5 വയസ്സായതേ ഉള്ളൂ. പുള്ളി ഭയങ്കര കലാകാരിയാണ് കേട്ടോ, ചിത്രപ്പണി. വേറെ കണ്ടില്ല ഇവിടെ എല്ലാം പറിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ ഇനി പേരായിട്ട് പറയാൻ സ്ഥലമൊന്നുമില്ല, എല്ലായിടവും പറിച്ചു വെച്ചിരിക്കുക. പിള്ളേരുള്ള വീട്ടിൽ അങ്ങനെ തന്നെയാണ് അല്ലേ. എവിടെ പിള്ളേരുണ്ടോ അവിടെ ആ വീട്ടിലെല്ലാം ഇതുപോലെ കുത്തി വരച്ചൊക്കെ വെച്ചിരിക്കും. ഇനി ഇതെല്ലാം നമ്മൾ പേറ്റ് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കണം. കാര്യം അങ്ങനെയാണല്ലോ, വീടിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, താമസിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ് ചെയ്തു കൊടുക്കുന്നത്. ഇത് തന്നെ ഒരു 3-4 ദിവസത്തെ പണിയുണ്ട്. ഇത് പെയിൻ്റ് അടിച്ച് ഈ മഷിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വേണം പെയിൻ്റ് അടിക്കാനായിട്ട്. ഏതായാലും നമ്മൾക്ക് ഒരുപാട് സംസാരിച്ചു. ഈ സാധനമെല്ലാം ഒന്ന് ഒതുക്കി വണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ട് പോകാൻ. മഴയ്ക്ക് മുമ്പ് എല്ലാം കൂടെ കയറ്റി ഞാൻ തുണിയെല്ലാം എടുത്തില്ലേ. കാര്യം അല്ല, അലമാരെല്ലാം കാന്താരിപ്പൻ ഇവിടെ എല്ലാം പറിച്ചു വെച്ചു. അതിനിപ്പോൾ പുതിയ വീടാണ്, എല്ലാവരുടെ വീടാണ്. അങ്ങനെ നിന്നിട്ട് കാര്യമില്ല പിള്ളേർക്ക്. ചരിച്ചു ചെവിടെ അങ്ങോട്ട് നിരക്കല്ലേ വണ്ടിയുള്ള പൊക്കം. അവിടെ താന്ന് കിടക്കുന്നു. ബിരിയാണിപ്പണിക്കൊക്കെ പോകുമ്പോഴേ പണ്ട് ഇതേപോലെയൊക്കെ 400 ഒക്കെ ചാടി കയറി സംഭവങ്ങളുണ്ട്. ആ പോട്ട ചെമ്പ് പാത്രമൊക്കെ പൊട്ടതെന്ന് പറഞ്ഞു. എവിടെ ഈ സൈഡിലാ? നിങ്ങൾ 3 പേരുണ്ടല്ലോ. ഫ്രിഡ്ജിൻ്റെ അകത്തിരിക്കുന്ന സാധനങ്ങൾ കണ്ട് പാല്,
മുട്ട മുട്ട കരിയാപ്പല ഇതെന്ത് കിണ്ടർ ജോയ് കിൻഡർ ജോയ് തേങ്ങ തേങ്ങ പീര ഇതൊന്നും എടുത്തു തേന് ഇതെന്തോ മിൽക്കി മിസ് കുറേ ഐറ്റങ്ങളുണ്ട് എല്ലാം ഞങ്ങളുടെ ഇന്നോണിയുടെ സാധനങ്ങൾ മാറിക്കേ പേർതാമസം അതുപോലെ തന്നെ വീട് മാറുന്നിടത്ത് എല്ലാ വീട്ടിലും കാണും ഇതേപോലത്തെ കെട്ടുകൾ അല്ലേ ഈ പുതപ്പിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ച് നമ്മുടെ കെട്ട് നമ്മ പോലെ വേലക്കാരൻ ഒരുപാട് ഐറ്റങ്ങളൊന്നുമില്ല ഒരു കട്ടിൽ രണ്ട് മെത്ത ഒരു ഫ്രിഡ്ജ് ഒരു വാഷിംഗ് മെഷീൻ കുറച്ച് പാത്രം ഇതൊക്കെ ഉള്ളൂ അപ്പം ഇതൊക്കെ ഒന്ന് കുറച്ച് സാധനമൊക്കെ കയറ്റി ഇനി അധികം സാധനമൊന്നുമില്ല 2-3 ഐറ്റം കൂടെ ഉള്ളൂ ഇനി ഇത് അതോടെ കയറ്റിക്കൊണ്ട് നമുക്ക് പുതിയ വാടക വീട്ടിലോട്ട് മാറാം അല്ല ബാഹുബലി ആടി പോട്ടെ നമ്മളിപ്പം ആ വീട്ടിലെത്തി അവിടെ വണ്ടി കയറുമായിരുന്നു പക്ഷെ ഇവിടെ വണ്ടി കയറത്തില്ല ഇതാ ചെറിയ വഴിയാണ് കേട്ടോ പക്ഷേ നമ്മുടെ വീടിൻ്റെ അടുത്തായതുകൊണ്ടാണ് പിന്നെ ഇതൊക്കെ എടുത്ത് ഏതായാലും നമുക്ക് വീട് കാണാം ബാ പിന്നെ വേറെ ആരുണ്ട് പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും കൂടി സഹകരിച്ചത് ഇറക്കി വെക്കുക ഏതായാലും നമുക്ക് പുതിയ വീട്ടിലോട്ട് മാറില്ല ആ വീട് നോക്കാം ഇതാണ് എൻ്റെ മോള് എല്ലാവർക്കും അറിയാം മോക്കും ഭർത്താവിനും കുഞ്ഞിനും വേണ്ടിയാണ് ഇപ്പോൾ ഈ വീട് എടുത്തിരിക്കുന്നത് ഏതായാലും സമാധാനമുണ്ടല്ലേ സന്തോഷമുണ്ട് അവിടെ കുഴപ്പമൊന്നുമില്ല ചൂടുണ്ട് അല്ല മോള് കണ്ടിട്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടു ആ അപ്പം നമ്മുടെ വീടുമായിട്ട് പെട്ടെന്ന് ഓടി വരാം കാര്യം ഒന്നാമത്തെ കാര്യം ഇപ്പം 6-7 മാസമൊക്കെ ആയി അല്ലേ അപ്പം അപ്പം അമ്മയുടെയും അതുതന്നെ എല്ലാവരുടെയും ഒരു കരുതലിപ്പം വേണ്ട സമയമാണ് അപ്പം നമ്മളിവിടെ അടുത്തുണ്ട് നമുക്കൊരു സമാധാനം ഇനി നമുക്ക് വീടിൻ്റെ അകമൊക്കെ കാണാം വെട്ടക്കുറവുണ്ടായിരിക്കും വാ ഏതായാലും നോക്കാം വെൽക്കം പ്രിയപ്പെട്ടവർ അപ്പോൾ ഇവിടെ പെയിൻ്റൊക്കെ അടിച്ച് തൽക്കാലം ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് നല്ല സൗകര്യമുണ്ട് കേട്ടോ നല്ല ക്ലീൻ ചെയ്താക്കിയിട്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഹാള് പിന്നെ 1 2 3 മുറി 3 ബെഡ്റൂം ഒരു കിച്ചൺ ഒരു ബാത്റൂം മതിയല്ല ഒരുപാട് അംഗങ്ങളില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല എന്തായാലും ശരി നല്ല സൗകര്യമുണ്ട് ഇത് ഒതുക്കി പറക്കി വെക്കുക എന്നുള്ളതാണ് ഒരു വലിയ കടപ്പ ഇത് പിന്നെ വീട്ട് ഇത് ഹൗസ് ഓണറുടെയാണ് ഇതൊക്കെ കണ്ണാടിയുണ്ട് അടിപൊളി കണ്ണാടി ആഹാ ചീപ്പൊക്കെ എടുത്തു മുണ്ടൊക്കെ അഴിച്ച് കൊള്ളാം അല്ലേ വലിയ കണ്ണാടി ഓക്കെ ഏതായാലും നല്ല ഇതുണ്ട് ഉന്നാപ്പിയേ കണ്ണാടിയുണ്ട് ഞാനിപ്പോഴാണല്ലേ കണ്ണാടിയുണ്ട് അല്ല നല്ല അതെ സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ അല്ലേ അല്ലേ ഒരുക്കാനായിട്ട് ഇനി അത് ബുദ്ധിമുട്ടുണ്ട് അല്ലേ എന്തിയാ മോഹം ഈ സാധനമൊക്കെ എങ്ങനെ ഇത് അടുക്കി പിറക്കി എല്ലാം വെക്കേണ്ട രീതിക്കൊക്കെ വൃത്തിയായിട്ട് വെക്കണം അതെ ഒരുപാട് ഞാൻ പറഞ്ഞില്ല ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല പക്ഷേ ഇത് ഈ തുണി പറക്കാണ് ഒരു ഭയങ്കര അല്ലേ കാര്യം അടുക്കി പിറക്കി ഒക്കെ വെക്കുക നിങ്ങൾ പിന്നെ വേറെ ആരുണ്ട് 3 പേരല്ലേ ഉള്ളൂ അവർക്കുള്ള മാത്രം റെഡിയാക്കിയാൽ മതിയല്ലോ അല്ലേ ഇച്ചിരി വെള്ളം എടുത്തോണ്ട് എൻ്റെ പൊന്നുമോൾ ഇച്ചിരി വെള്ളം എടുത്തോണ്ട് അത്തിക്ക് ഇച്ചിരി വെള്ളം എടുത്തോണ്ട്
ഇങ്ങാപ്പി ഇങ്ങാപ്പിയേ ഈ ടി വി ഒക്കെ ആരുടെ ആണോ ഇത് വർക്ക് ചെയ്യുന്നതാണോ വർക്ക് ചെയ്യുന്നതാണോ അതായത് നമ്മൾ കഷ്ടകാലത്തിന് ഇനി തൊട്ടിട്ട് കേടായി പോകാൻ വർക്ക് ചെയ്യുന്നതാണോ എന്ന് ചോദിക്കണം കേട്ടോ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ തിരിച്ചാൽ കൊടുത്തേ അതൊരു മുറി ഇത് രണ്ടാമത്തെ മുറി വെള്ളം കുടി അയലോക്കൊക്കെ ഇഷ്ടംപോലെ കേട്ടോ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം അയലോക്കെ ഉണ്ട് എല്ലാ നമുക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെ എല്ലാവരും ഈ അടുത്തുള്ള ആൾക്കാരെല്ലാം നമുക്കറിയാവുന്ന ആൾക്കാർ ഇത് മൂന്നാമത്തെ മുറിയാണ് ഇതെല്ലാം ഈ കട്ടിലും ഇത് സെറ്റ് ഇതെന്താ ഭയങ്കര ഇത് ഭയങ്കര സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു കേട്ടോ ഇതെന്നാ മോളാറ്റിയേ ഇതന്നെ സ്വർണ്ണമാണ് ആഹാ അയ്യോ ഞാനോ ഇത് അത് നല്ലൊരു മുറിയാണ് അപ്പം നമുക്ക് അടുക്കള ഒന്ന് നോക്കാം ഇത് പുതിയ വീടൊന്നും അല്ല കേട്ടോ പഴയ വീട് തന്നെയാണ് വീട്ടുടമസ്ഥർ വേറെ മാറി അപ്പോൾ ഇത് ചുമ്മാ അടുത്തപ്പോൾ നമുക്ക് വാടകയ്ക്കാൻ തന്നെ ഉള്ളൂ കണ്ടില്ലേ ഇത് പഴയ രീതിയിലുള്ളതാണ് അടുക്കളയൊക്കെ മതി ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാനുള്ളത് കണ്ടില്ലേ ഇതാണ് ഇതൊക്കെ പഴയ രീതിയിലാണ് പാത്രം വെക്കാനും സാധനങ്ങളൊക്കെ വെക്കാനും ഒക്കെ ആയിട്ട് സാധനം എല്ലാം കുറച്ച് അവിടെ ഇവിടെയൊക്കെ പറക്കി വെച്ചിരിക്കുകയാണ് പാല് കാച്ചപ്പോഴാണ് നാളെ അല്ലേ പാല് കാച്ച് ഐശ്വര്യമായിട്ട് നാളെ രാവിലെ പാല് കാച്ചാണ് പാല് കാച്ചാൻ സ്പെഷ്യലൊന്നും ഇല്ലേ വൈകിയ പുതിയ വീടൊക്കെയാണ് നമ്മൾ ശരി അപ്പം ചെറുതായിട്ട് പാല് കാച്ചി അത്രേ ഉള്ളൂ കാര്യം എന്താ വെച്ചാൽ ഇതിപ്പം നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് സ്വന്തം വീടാകുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് ചെയ്യാം അല്ല ആ ഇന്ന് പാല് കാച്ച കേട്ടോ ആൾക്കാരൊന്നും ഒരുപാടൊന്നുമില്ല ഞങ്ങൾ 3-4 പേര് മാത്രമേ ഉള്ളൂ പിന്നെ വേറെ ആരുണ്ട് വാടക വീടാണെങ്കിലും താമസിക്കുന്നിടത്തോളം കാലം സ്വന്തം വീട് തന്നെയാണ് അല്ലേ അപ്പം നമുക്ക് പാല് കാച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം വാ പാല് കാച്ചാൻ എല്ലാം റെഡിയാക്കി വെച്ചു പക്ഷേ ലൈറ്ററില്ല ഇവിടെ എല്ലാം നോക്കി കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ എല്ലാം കൂടെ പേർക്ക് കെട്ടി വന്നതല്ലേ ഇതിനകത്താന്ന് ഒരു ഐഡിയ ഇല്ല ഏതായാലും ഒരു ലൈറ്റർ ഇട്ടിട്ടുണ്ട് ഇതാ ഇതില്ലെങ്കിൽ പിന്നെ എങ്ങനെ നടത്തി അല്ലേ എങ്ങനെയുണ്ട് കത്തിക്കാൻ പോയപ്പോഴാ അല്ലേ ആ പാലൊഴി ഇപ്പോൾ പാലുകാച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾ 3-4 പേരേ ഉള്ളൂ ഇപ്പോൾ ഒരുപാട് പാലൊക്കെ ഒഴിച്ച് വെറുതെ കളയുണ്ടല്ലോ ആവശ്യത്തിന് മാത്രം ചെയ്യാന്നുള്ളൂ അല്ലേ പിന്നെ പാല് കാച്ച് വീട്ടപ്പ മോളാപ്പി താമസിച്ച വീട്ടിൽ ഈ വീട്ടിലുമായിട്ട് തമ്മിൽ എന്താ വ്യത്യാസം വന്ന് തോന്നുന്നു ഇവിടെ നല്ല സ്പേസ് ഉണ്ട് അവിടെ ഒട്ടും സ്പേസ് ഇല്ല നമുക്ക് ഇരിക്കാനൊന്നും സൗകര്യം ഇല്ലായിരുന്നില്ല ഇവിടെ ഒത്തിരി സ്ഥലമുണ്ട് 3-4 വർഷം താമസിച്ചേ 4 വർഷം അല്ലേ പിന്നെ ഇതിപ്പോ കൊച്ചിന് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് ഈ അടുത്തൊരു വീടെടുത്തപ്പോൾ നമുക്കൊരു നോട്ടം ഉണ്ടല്ലോ പെട്ടെന്ന് എന്തെങ്കിലും ഇത് വരും അതിനുവേണ്ടി ഇപ്പോൾ ഇത് പെട്ടെന്ന് ഈ വീടെടുത്തത് അല്ല അവിടെ ഒന്നും ഒരു കുഴപ്പമില്ല അവർ പറഞ്ഞിട്ട് പോലില്ല മാറാനും എടുക്കാനും ഒന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് എടുത്തത് അപ്പോൾ നമ്മുടെ ഒരു നോട്ടം എപ്പോഴും ഉണ്ട് അങ്ങനെ പറ പാല് തിളച്ചു താഴെ പോയി ഇപ്പൊ പാല് കാച്ച് കഴിച്ചു അല്ലേ ഇത്രയേ ഉള്ളൂ സംഭവം ഇപ്പം പല ആൾക്കാർ മോടെ ഫാമിലിയും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് പലരും ചോദിച്ചായിരുന്നു പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പം ഇതും അങ്ങനെ തന്നെ കരുതാവുള്ളൂ കാര്യം വീട്ടിലുള്ളൊക്കെ ഇതുപോലുള്ള സന്തോഷങ്ങൾ വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഇന്ന് സന്തോഷം പങ്കിടുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാവരുടെയും ഒരു ആശംസയൊക്കെ അറിയിക്കണം കേട്ടോ ഇപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്.